This day is just the day for us as we celebrate our Children's Day. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Bringing past back to our minds, 'twas Chacha's birthday you will find. He loved children with all his heart, from them he never liked to part. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you. Colored festoons everywhere, people showing how much they care, shaking hands and smiling to good wishes all to you and you.
എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിരിക്കാം. അവയെല്ലാം ചേർത്തുള്ള ഒരു സ്കിറ്റാണിത്. ഇവിടെ നിങ്ങൾ കാണുന്ന കഥാപാത്രങ്ങളിൽ നിങ്ങളെ തന്നെ കാണുന്നുണ്ടെങ്കിൽ വെറും യാദൃച്ഛികം മാത്രമാണ്. സീൻ 1. സ്കൂൾ തുറക്കുന്നതിന്റെ കശപിശകൾ നടക്കുന്ന ഒരു വീട്ടിലേക്ക് സ്വാഗതം. മോളെ, എന്റെ കുഞ്ഞെ ഒന്ന് എഴുന്നേറ്റ്. മണി എത്രയാണെന്നാ വിചാരം? ഇന്നത്തെ ചൂട്. അമ്മ കുറച്ചുകൂടെ കിടന്നോട്ടെ. യോഗ ക്ലാസിന്റെ ലിങ്ക് കിട്ടിയെന്ന് പറയാം. അതെ, യോഗ ക്ലാസ്സോ? സ്കൂൾ തുറന്നില്ലേ? സ്കൂളിൽ പറ്റോ? ഇന്നലെ സ്കൂൾ തുറന്ന കാര്യം നീ മറന്നുപോയോ? അയ്യോ, സ്കൂള് തുറന്നല്ലേ. ആമേ, എന്റെ യൂണിഫോം കഴിയോ? അതെ, ഞാനത് തയ്ക്കാൻ കൊടുത്തിരിക്കുവാണല്ലോ. സാരമില്ല, ഇന്നിനിപ്പോ കളർ ഡ്രസ് ഇടാം. അല്ലെങ്കിൽ വേണ്ട, ഇന്നിപ്പോ എനിക്ക് പനിയാന്ന് പറഞ്ഞാ പോരെ. ലിങ്ക് വരുമ്പോ ഞാൻ കേറാം. എന്റെ മോളെ, അത് അർഹത ഉള്ളവർ കൂടി അവസരം നഷ്ടപ്പെടുന്നത് പോലെയല്ലേ. എന്റെ മോൾ മാസ്കും ഇട്ട് ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിച്ച് സ്കൂളിൽ പോയാൽ മതി കേട്ടോ. അമ്പട് മടിച്ച് വീട്ടിലിരുന്നിട്ട് ഒരു വക അറിയില്ല. എന്നാൽ സ്കൂളിൽ പോയി 2 അക്ഷരം പഠിക്കട്ടെ എന്ന് വിചാരിച്ച മടിയും. പൊയ്ക്കോ, പോ, സ്കൂളിൽ പൊയ്ക്കോ. എന്റെ ദൈവമേ, സ്കൂൾ തുറന്നു കിട്ടിയത് കൊണ്ട് എന്തൊരു ആശ്വാസം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറക്കമല്ലേ, ഒരു പണിയും ചെയ്യില്ല. സ്കൂൾ തുറന്നത് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമായി. അമ്മേ, ഉടുപ്പ് കേറുന്നില്ല. ആഹാ, ഞാൻ പണ്ടേ പറഞ്ഞതാ വയറനുസരിച്ച് കഴിക്കാൻ. അതെങ്ങനെയാ? കൊറോണയല്ലേ, ലോക്ക്ഡൗൺ അല്ലേ എന്നും പറഞ്ഞ് ദിവസവും സ്നാക്സും പോരാത്തതിന് പുതിയ പുതിയ പരീക്ഷണങ്ങൾ. പിന്നെ എങ്ങനെ ഡ്രസ് കയറും എന്റെ കുഞ്ഞ്? മോളെ, നിന്റെ ബുക്സ് ഒക്കെ ടൈം ടേബിൾ അനുസരിച്ച് വെച്ചിട്ടുണ്ടോ? ഇന്നലെ സ്കൂളിൽ നിന്നും വന്ന് ടിവിയുടെ മുന്നിലല്ലായിരുന്നോ? ഇല്ലമ്മേ, നോട്ട്ബുക്സ് ഒക്കെ എവിടെയാന്ന് ഇനി കണ്ടുപിടിക്കണം.
പക്ഷെ സമയമൊക്കെ പോയി. തൽക്കാലം ഇനിയിപ്പോ റഫ് ബുക്ക് കൊണ്ടുപോവാം. ശരി, ഇന്നിപ്പോ അങ്ങനെ ചെയ്യ. പക്ഷേ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ TV കണ്ടിരിക്കാതെ അവനവന്റെ ബുക്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. സ്കൂൾ തുറന്നതിന്റെ ആഘോഷമൊക്കെ തീർന്നു. ഇനി പഠനത്തിലേക്ക് കെയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ 10th ചെല്ലുമ്പോൾ തലയിൽ ഒന്നും കാണില്ല കേട്ടോ എന്റെ മോളെ. ഓക്കേ, ബൈ. അയ്യോ, പേന മേടിച്ചില്ല. ഇന്നിത് തീരാറാവും. എന്റെ ദൈവമേ, മര്യാദയ്ക്ക് ഡിസിപ്ലിനായി പോയിക്കൊണ്ടിരുന്നവളാ. ഒരു കൊറോണ വന്നു, നോട്ട്സും മറന്നു, സ്കൂളിൽ പോകേണ്ട കാര്യങ്ങൾ എല്ലാത്തിനും മടിയായി. മോളെ, ബസ് വന്നു, വേഗം ഇറങ്ങ. സീൻ 2 സ്കൂള്. Look here, I have a box with games. I also have a box, but it have lights on it. Hey, look at my mask. I have 2 masks. One is a design mask. I have no color marks. Can you give me your marks? I will give you after this class. I have only cloth mask. Can you give me 2? No. You should not exchange the mask with others. Why? We were friends and we know each other. Then who cares? We should not care about ourselves, but we have to care about others too. Yes, of course. Hey, did you study for the exam? Exam? What exam? Oh, teacher told that there will be a test paper when you come back to school. Oh, I didn't study. Can we attend it online? Why? All are equal now. No. In online exam, they have a chance to look into our notebook, and also teachers will reduce much marks. Yes, that's right. Because before Corona, I only have 10 out of 50, but now I have 42 or 43. It's the blessing from Corona. Teacher will ask. Hey, I heard the teacher will ask questions. Did you study? Nothing. What will I do now? I decided not to come, but my mother forced me to come here. Otherwise, at this time, no, I have been watching Balveer. Yeah, Balveer. Where is it now? I stopped watching from 1 week because my parents asked me to complete notes before school reopened. You like Balveer? I like Onion Baba. It's a nice cartoon. Good morning, teacher. Good morning. Teacher, which subject are you teaching? I am your English teacher. I am taking attendance now. Roll number 1. Yes, ma'am. Roll number 2. Listen, ma'am. Roll number 3. Listen, teacher. Roll number 4. Listen, teacher. Roll number 5. Present. Okay, fine. First of all, give me a sentence with daily. Your daily data quota is exhausted. What? Okay, correct. Another example?
Daily you have to come to school. Daily you have to read your chapters. Okay, fine. Give me 2 pronouns. Who? Me? Yes, correct. Who and me are examples of pronouns. Then give me an example of past tense. Teacher, I don't know. Teacher, can't clear. Teacher, I can't hear you. Teacher, I can't see you. Why? What happened? You were active and answer all the questions while online classes. Then why? What happened here? Teacher, because here I couldn't turn off my camera and look into my books. That's why. Oh, so like this you were answering. Do anyone know anything from our online classes? Teacher, I have a doubt. Okay, good girl. What is your doubt? Teacher, can we have the permission to eat? Because on the online class I used to listen to the class while eating. Now I am getting hungry. Teacher, may I go to toilet? Teacher, may I go to toilet? Teacher, urgent teacher, may I go to toilet? Teacher, may I go to toilet? Teacher, teacher, may I go to toilet? Can I go to toilet? You will get break time to go to toilet. This is class 10. You can't go. Teacher, 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 please, teacher. Teacher, please, teacher, urgent teacher. Please also teacher, urgent teacher. I think Corona should not have to come.
അതെ അത് ഒന്നും എന്റെ ശരീരത്തിൽ പിടിക്കില്ല. ഞാൻ 0 സൈസ് അല്ലേ. 0 സൈസ് ഇത് അതിനും താഴെയാ. -3 കൊണ്ട് വന്നത് ഞാൻ ഓലയില്. ഓല തൂങ്ങി വരാൻ നീ എന്താ കുരങ്ങനോ? ഓല തൂങ്ങി വന്നതല്ല, ഓല ടാക്സിയില്. ഓല ടാക്സിയിൽ പണ്ടത്തെ പോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്താ അൺഎഡ്യൂക്കേറ്റഡ് ഓഫ് ഇൻഡസ്ട്രീസ്? ആരാണ് ഇൻഡസ്ട്രീസ്? ചന്ദ്രനല്ലേ ഇരുട്ടത്ത് നമുക്ക് വെളിച്ചം തന്നെ. സൂര്യൻ ചെയ്യണത് തന്നെയല്ലേ? സൂര്യൻ വെളിച്ചം തന്നെ പകലല്ലേ. പകലാർക്കോട് വെളിച്ചത്തിന്റെ ആവശ്യം? ഹലോ എടാ നീ പഠിക്കുന്നുണ്ടോ? എനിക്ക് നോട്ടൊന്നും ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീയോ? ഇവിടെ കുറെ റിലേറ്റീവ്സ് വന്നോണ്ട് ബുക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അയ്യോ, നീ പഠിക്കില്ല കേട്ടോ, എനിക്ക് കൂട്ടിനൊരാളാവുമല്ലോ. അത് ഞാൻ ഏറ്റു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. കരഞ്ഞ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? നാപ്റ്റോളിന്റെ പരസ്യമാണ്. ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹോം മെയ്ഡ് പൂവാണ്. ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ കുറഞ്ഞല്ല കൊണ്ട് നാപ്റ്റോള് ഇതിന് വെറും തുച്ഛമായ വില 99 രൂപ. 99 രൂപ. ഇത് നമ്മുടെ നാപ്റ്റോൾ ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്, ഇന്നലെ ഇറങ്ങിയതാണ്. ന്യൂ ജനറേഷൻ പൂവാണ്. കൈകൊണ്ടുണ്ടാക്കാവുന്നതാണ്. പൂവാണ്. നിങ്ങൾ മേടിച്ചാൽ ഇതിന്റെ കൂടെ ഒന്നുകൂടെ ഫ്രീ കിട്ടുന്നതാണ്. ഇത് തുച്ഛമായ 99 രൂപ കിട്ടും. ഇതിന് ഒന്നും കൂടെ ഫ്രീ കിട്ടും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന ഓഫറിന് കൂടെ കിട്ടുകയാണ്. ലാപ്ടോപ്പിൽ ഒരു മണിക്കൂർ കൂടെ ഇങ്ങനെ വർക്കാവുന്നതൊക്കെയാണ്. നല്ല സൂപ്പർ പൂവാണ്. കാണല്ലോ, കണ്ട 90 ഡിഗ്രി വളയം ചെയ്യും. കുറച്ച് രൂപയുടെ ഒരു നല്ല പൂവാണ്. നിങ്ങളുടെ പാരൻസിന് വാർഷിക ദിനോ മറ്റേ കല്യാണ ദിനമൊക്കെ വന്നാൽ ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഇത് കൊടുക്കാം. ഇതൊരു കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അടുത്തുള്ള കടയിൽ കൊടുത്തതൊക്കെ ഇത് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും വെച്ചാൽ അപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും വരും. നമുക്ക് കിട്ടുന്നല്ലോ വരും.